ഇബ്ലീസിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ്? മനുഷ്യനെ പഴപ്പിക്കുന്ന നിസ്കാരത്തിലാണോ? അല്ല. നിസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇബ്ലീസ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഒരു നാട്ടിൽ അടി ഉണ്ടാവാനാണോ ഇബ്ലീസ് പ്രവർത്തിക്കുന്നത്? അതൊക്കെ അവൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല അവന്റെ മെയിൻ പ്രവർത്തനം. ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇബ്ലീസ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഒരു ഭാര്യാഭർത്താക്കന്മാർ അവർ തമ്മിൽ വേർപിരിയാൻ എന്തെല്ലാം തരത്തിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം, അത് സംസാരിപ്പിച്ച് അത് ഒരു ബന്ധം വേർപിരിക്കുക. ഇതാണ് ഇബ്ലീസും അവന്റെ അനുയായികളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം. കാരണം ഒരു ഭാര്യയും ഭർത്താവും വേർപെട്ട് കഴിഞ്ഞാൽ ആ മക്കൾ അനാഥരാവും. ആ മക്കൾ അനാഥയായി പിന്നെ അവിടെ ഒരു സന്തോഷമുള്ള ജീവിതമില്ല. വഴിതെറ്റിപ്പോകാൻ എളുപ്പമാണ്. ആ മക്കളെ പിന്നെ കൂടുതൽ പഴപ്പിക്കേണ്ട ആവശ്യമില്ല ഇബ്ലീസിന്. കാരണം എന്താ? പറഞ്ഞു കൊടുക്കുക, ഉമ്മനെ ചിലപ്പോൾ വേറെ ആള് കെട്ടിക്കൊണ്ടേ, വാപ്പ വേറെ പെണ്ണും കെട്ടി, പിന്നെ ഈ മകനെ നിയന്ത്രിക്കാൻ ആളില്ല. അപ്പൊ ഇബ്ലീസിന് പണി കുറയും. ഈ മകന് പിന്നെ തോന്നിയമാരുടെ ജീവിതം. എല്ലാവരും അങ്ങനെയെന്നല്ലോ പറയണത്. ഈ മകനെ നിയന്ത്രിക്കാൻ ആളില്ലാതെ ഇരിക്കുമ്പോൾ ഇവൻ തെറ്റിലേക്ക് പോകാൻ സാധ്യതകൾ കൂടുതലാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയണത്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ഒരാളെങ്കിലും മനസ്സിലാക്കണം, ഇത് മൂർച്ഛിച്ചു പോയ പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കട്ടെ. എന്തെല്ലാം രസകരമായ രൂപത്തിൽ തർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു ഭാര്യ നമ്മൾ ഭർത്താവിനോട് ചൂടാവാൻ ദേഷ്യം പിടിക്കുകയാണ്, അപ്പൊ തിരിച്ച് ചിരിച്ചുകൊണ്ട് പെരുമാറിയാൽ ആ ഭാര്യക്ക് പിന്നെ വിഷമാവും. എന്ത്, ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിനോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഇങ്ങനൊക്കെ ചൂടായിട്ടും അവരെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. റെസ്പെക്ട് കൂടെയ്യ, ബഹുമാനം കൂടെയ്യ, പിന്നെ ഒരിക്കലും പറയാൻ തോന്നൂല. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഹൈറായ കുടുംബജീവിതം നമുക്കൊക്കെ തരട്ടെ.